നമസ്കാരം. മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞതാണ് സംഭവത്തിൽ കരാറുകാരായ KNR കൺസ്ട്രക്ഷനെ കേന്ദ്രം ഡീബാർ ചെയ്തു. കൺസൾട്ടന്റായ ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്കും വിലക്ക് ഏർപ്പെടുത്തി. ഡീബാർ ചെയ്തതിനെ തുടർന്ന് തുടർ കരാറുകളിൽ പങ്കെടുക്കാനാകില്ല. സംഭവത്തിൽ 2 അംഗ വിദഗ്ധ സമിതി പരിശോധിച്ച കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകിയിരുന്നു. കമ്പനികളിലെ 2 ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തു. പദ്ധതിയുടെ പ്രൊജക്ട് മാനേജർ M. അമർനാഥ് റെഡ്ഡിയെയാണ് സസ്പെൻഡ് ചെയ്തത്. ദേശീയപാത നിർമ്മാണത്തിന്റെ ടീം ലീഡറായ രാജ്കുമാർ എന്ന ഉദ്യോഗസ്ഥനെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൻ്റെതാണ് നടപടി. ഡൽഹി IIT പ്രൊഫസർ GV റാവുവിനെ ഉൾപ്പെടുത്തി ദേശീയപാത തകർന്ന സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വിദഗ്ധ സംഘത്തിന്റെ വിശദമായ റിപ്പോർട്ട് ഉടൻ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും. ഇതിനൊപ്പം കേരളത്തിലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ പദ്ധതികളും ഈ വിദഗ്ധ സംഘം പരിശോധിക്കുമെന്നാണ് വിവരം. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുമെന്ന് ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. കരാറുകാരായ KNR കൺസ്ട്രക്ഷന് ഇനി ദേശീയപാതയുടെ ടെൻഡറുകളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല. ഈ മാസം 19-നാണ് കൂരിയാട് ദേശീയപാത 66 ഭാഗം ഇടിഞ്ഞതാണത്. ദേശീയപാത ഇടിഞ്ഞ് സർവീസ് റോഡിലേക്ക് വീഴുകയും സർവീസ് റോഡടക്കം തകരുകയും ചെയ്തിരുന്നു. കൂരിയാടിന് പിന്നാലെ കണ്ണൂർ, തളിപ്പറമ്പ്, കുപ്പത്തും ദേശീയപാതയിലും സമാനമായ സംഭവമുണ്ടായിരുന്നു. മണ്ണിടിഞ്ഞതോടെ നാട്ടുകാർ കടുത്ത പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. കുപ്പത്ത് ദേശീയപാതയുടെ അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെ പ്രതിഷേധം നടന്ന സ്ഥലത്തായിരുന്നു വീണ്ടും മണ്ണിടിഞ്ഞത്. മണ്ണ് കുത്തിയൊലിച്ച് വീടുകളിലേക്ക് ചെളിയും വെള്ളവും എത്തിയിരുന്നു. ദേശീയപാത നിർമ്മാണ മേഖലയിൽ നിന്നുള്ള മണ്ണും ചെളിവെള്ളവും വീടുകളിലേക്ക് ഒഴുകിയെന്നാരോപിച്ചായിരുന്നു നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ച് പ്രതിഷേധം അറിയിച്ചത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നു. അതേസമയം ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയിൽ കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കിയിരുന്നു. MP E.T. മുഹമ്മദ് ബഷീർ MPയോടാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. വിഷയം മന്ത്രി ഗൗരവമായി എടുത്തതിൽ സന്തോഷമെന്ന് E.T. മുഹമ്മദ് ബഷീർ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയിൽ കരാറുകാരനെ ഡീബാർ ചെയ്യുന്നതടക്കമുള്ള കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചതായി E.T. മുഹമ്മദ് ബഷീർ MP വ്യക്തമാക്കിയിരുന്നു. കൂരിയാട് ഭാഗത്ത് ദേശീയപാത 200 മീറ്ററിലധികം നീളത്തിൽ തകർന്നതിന്റെ പ്രധാന കാരണം നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണെന്നാണ് വിലയിരുത്തൽ. പാടശേഖരത്തിലെ മണ്ണ് കളിമണ്ണാണ്. വേനലിൽ ഇതിന് ഉറപ്പുണ്ടാകും. മഴക്കാലത്ത് വെള്ളം വലിച്ചെടുക്കും. ഭാരം കൂടുമ്പോൾ ഇത് താഴ്ന്നു പോകും. ഇതാണ് കൂരിയാട് സംഭവിച്ചത്. കളിമണ്ണ് കലർന്ന പാടശേഖരത്തിൽ കൂടി അശാസ്ത്രീയമായ രീതിയിൽ മണ്ണിട്ട് ഉയർത്തി നിർമ്മിച്ച റോഡ് മുഴുവൻ പുനർനിർമ്മിക്കേണ്ടി വരും. ഉറപ്പ് കുറഞ്ഞ കളിമണ്ണുള്ള പാടശേഖരത്തിൽ 45 മീറ്റർ വീതിയിൽ 8 മീറ്റർ ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തി റോഡ് നിർമ്മിക്കുമ്പോൾ അടിയിലെ മണ്ണിന്റെ ഭാരവാഹക ശേഷി വർദ്ധിപ്പിക്കേണ്ടതായിരുന്നു. കളിമണ്ണ് മഴക്കാലത്ത് വെള്ളം വലിച്ചെടുക്കുന്നതിനാൽ ഭാരവാഹക ശേഷി തീരെ കുറവാണ്. ഇത് തിരിച്ചറിയാൻ ബന്ധപ്പെട്ടവർക്കായില്ല. ഇതാണ് ദുരന്തത്തിന് കാരണമായതെന്നാണ് വിലയിരുത്തൽ. കളിമണ്ണിൽ 8 മീറ്റർ ഉയരത്തിൽ മണ്ണ്, 60 സെന്റിമീറ്റർ ഉയരത്തിൽ മെറ്റൽ, ഓടുന്ന വാഹനങ്ങളുടെ ഭാരം എന്നിവ വരുമ്പോൾ ഉണ്ടായ പ്രശ്നമാണ് റോഡ് തകരാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. വെള്ളക്കെട്ട് രൂപപ്പെടുന്ന വയലിലാണ് മണ്ണിട്ട് നികത്തിയത്. മണ്ണിന് നല്ല കനമുണ്ടാകും. ഒരു ചാക്ക് മണ്ണിന് 100 കിലോയോളം തൂക്കം വരും. ഇതോടൊപ്പം ധാരാളം മെറ്റലും മണ്ണിന് മുകളിൽ നിർത്തിയിട്ടുണ്ട്. ഭാരം കൂടുമ്പോൾ അടിയിലെ ചെളിമണ്ണ് താഴ്ന്നു പോവുകയും വശങ്ങളിലുള്ള ചുമരുകൾ പൊട്ടുകയും ചെയ്യും. ഇതാണ് സംഭവിച്ചത്. കളിമണ്ണ് ബലപ്പെടുത്തണമായിരുന്നു. ഉറപ്പ് കിട്ടുന്നതിന് വേണ്ടി ഇത്തരം മണ്ണിൽ അടുത്തടുത്ത് കുഴിയെടുത്ത് അതിൽ മണൽ നിറയ്ക്കാവുന്നതാണ്. മണലും കളിമണ്ണും ചേർന്നാൽ ഉറപ്പുണ്ടാകും. കളിമണ്ണിന് മുകളിൽ മണലിട്ട് ഇടിച്ചുറപ്പിച്ചാലും റോഡ് താഴ്ന്നു പോകില്ല. റോഡിന്റെ ഡിസൈൻ തയ്യാറാക്കിയതിലെ അപാകതയാണ് അപകടത്തിന് വഴിവെച്ചതെന്നും നിഗമനമുണ്ട്.